ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാമെന്ന് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ ബോട്ടിൽ ഇതാ ഇതുപോലെ ബ്ലാക്ക് കളർ ഫുള്ളായിട്ട് പെയിൻറ്റ് കൊടുത്ത് വന്നിട്ടുണ്ട് ഞാൻ. അതിനുശേഷം നമ്മൾ വീട്ടിലും പറമ്പിലൊക്കെ കോമൺ ആയി കണ്ടുവരുന്നൊരു ചെടിയാണിത്. അതിൻ്റെ ലീഫ് എടുക്കുക. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു വെയിറ്റുള്ള ബുക്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ലീഫ് ഒരു ദിവസം ഒന്ന് വെക്കണം. ഇതിങ്ങനെ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഫ് കറക്റ്റായിട്ട് ബോട്ടിലിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ലീഫ് വളഞ്ഞ് തിരിഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ബോട്ടിൽ കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് കിട്ടില്ല. അപ്പോൾ ഇത് ഒരു ദിവസം വെച്ചാൽ ഇതുപോലെ ഇരിക്കും. ഇതിന് കറക്റ്റ് ബോട്ടിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ലീഫൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ബ്രൗൺ മെറ്റാലിക് പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ലീഫിലൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡ്രൈ ആക്കി എടുക്കുക. ഇത് 2 ലീഫ് ഞാനിവിടെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ലീഫാണ് ഞാൻ ബോട്ടിൽ സ്റ്റിക്ക് ചെയ്യുന്നുള്ളൂ. നമുക്കിത് 2 രീതിയിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് ഇതുപോലെ ലീഫിൻ്റെ മുകളിൽ ഫെവിക്കോൾ ആക്കിയിട്ട് ബോട്ടിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാം. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് നമ്മൾ ബോട്ടിലിൻ്റെ മുകളിൽ ഇതുപോലെ ഫെവിക്കോൾ ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ബ്ലാക്ക് കളറും കൊണ്ട് ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലീഫ് ഇതിന് മുകളിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. രണ്ട് ലീഫ് സ്റ്റിക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ലീഫിൻ്റെ മുകളിൽ ഈ സെയിം കളർ പെയിൻറ്റ് തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇതാ നമ്മുടെ ബോട്ടിലെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഫൈനലായിട്ട് നമുക്കിതിനൊരു വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ലീഫ് ആയതുകൊണ്ട് ഇത് ഒരിക്കലും കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടും നല്ലപോലെ സ്റ്റിക്കായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിലാട്ട്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആർക്കെങ്കിലും ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. സീ യു. അസ്സലാമു അലൈക്കും. ഹാപ്പി ക്രാഫ്റ്റിംഗ്.